ഇതെന്താണെന്ന് പറയാൻ അറിയില്ല. ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ചൂടാക്കി ഇതുപോലെ കണ്ടില്ലേ, ഇത്തരത്തിലൊരു മോൾഡഡ് ഫോം വാങ്ങി ഇതിനകത്ത് ക്ലോത്ത് ചെയ്തിട്ട് നിങ്ങളെ ബ്രാൻഡിലാക്കിയിട്ട് വിൽക്കാൻ കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുടുംബശ്രീയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക്, അത്തരം ആളുകൾക്ക് മെമ്മറി പില്ലോസ് വിൽക്കാനുള്ള അവസരമുണ്ട്. പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നെക്ക് പില്ലോസ് വളരെ വ്യാപകമായി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്തരത്തിലൊരു മോൾഡഡ് ഫോം വാങ്ങി ഇതിനകത്ത് ക്ലോത്ത് ചെയ്തിട്ട് നിങ്ങളെ ബ്രാൻഡിലാക്കിയിട്ട് വിൽക്കാൻ കഴിഞ്ഞാൽ, ഷോറൂമുകളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ഡീലേഴ്സിനെ സംഘടിപ്പിച്ചിട്ടോ നമ്മുടെ പരിചയക്കാർക്ക് വിൽക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു ആശയമാണ്. 1000, 2000, 3000 രൂപയ്ക്കൊക്കെ ഇത്തരത്തിലുള്ള മെമ്മറി ഫോം കൊണ്ടുള്ള ഈ ഒരു നെക്ക് പില്ലോസ് വിൽക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ കാർ പില്ലോസ്, കാറിൽ നമുക്ക് നെക്കിന് ഇങ്ങനെ സപ്പോർട്ടായി കിട്ടുന്ന പില്ലോസ് ഉണ്ടല്ലേ, ഇതുപോലെ സപ്പോർട്ടഡ് പില്ലോസ് നമുക്ക് ഇതുപോലെ വിൽക്കാൻ കഴിയും. ഇതിൻ്റെ ഫ്രഷ് ഇതാ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ, ചുട്ടെടുത്തൊരു സാധനമാണ് കേട്ടില്ലേ, മെമ്മറി ഫോം ആണ്. ഇങ്ങനെ വെച്ചാൽ ഭയങ്കര കംഫർട്ടായിരിക്കും. അപ്പോൾ പുതിയൊരു ആശയമാണ്, ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നതാണ്. നമ്മുടെ സീറ്റിൻ്റെ അവിടെ ചാരിയിരിക്കും, നമ്മുടെ സ്പൈനിൽ ഇങ്ങനെ ടച്ച് ആയിരിക്കുന്ന രീതിയിൽ ഒരു സപ്പോർട്ടാണ് വേണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതിന് മുകളിൽ ക്ലോത്ത് ചെയ്തിട്ട് ബ്രാൻഡ് ചെയ്ത് വിൽക്കാൻ കഴിയും. അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ സ്പൈനിൽ സപ്പോർട്ട് ഉണ്ടാവട്ടെ. 30 to 60 പ്രായമുള്ള ആളുകൾക്കൊക്കെ ഇത് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളുകളുണ്ടാവും, അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇത് വിൽക്കാൻ കഴിയും. നമുക്ക് ഈ മെമ്മറി പില്ലോസ്, അതായത് 3 മാസം 6 മാസം ഉപയോഗിക്കാവുന്ന പില്ലോകളാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. കുറച്ച് കാലം കഴിഞ്ഞാൽ കുഴിഞ്ഞു പോകും. അപ്പോൾ സാഗിങ് ഉണ്ടാവാത്ത പില്ലോസാണ് മെമ്മറി പില്ലോസ് ഉണ്ടല്ലോ. ഇതിങ്ങനെ റിട്ടേൺ വരും. ഈ പില്ലോസിന് മുകളിൽ കവറിട്ട് പാക്ക് ചെയ്തിട്ട് ഭംഗിയാക്കി കൊടുത്താൽ നമുക്കതും ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. നമ്മുടെ വീട്ടിലുള്ള ചില ആളുകളുണ്ടല്ലേ, ചെറിയ കുടുംബശ്രീയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക്, അത്തരം ആളുകൾക്ക് മെമ്മറി പില്ലോസ് വിൽക്കാനുള്ള അവസരമുണ്ട്. നല്ല പ്രൈസ് കുറഞ്ഞ ഈ സാധനം കിട്ടും. ഡീറ്റെയിൽസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇത് കിട്ടുന്ന സ്ഥലവും ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി അതല്ലാതെ ഈ ഷേപ്പ് വേണ്ട, ഇങ്ങനെ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടതിൽ ഇതിൽ നമുക്ക് പില്ലോസ് അടിച്ച് വെക്കാം. അല്ലേ, മെമ്മറിയാണ്. ഇതെന്താണെന്ന് പറയാൻ അറിയില്ല. ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ, മാട്രസിനുള്ള കവറുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അത്തരം കവറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടില്ലേ, ഈ മെറ്റീരിയൽ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ചൂടാക്കി ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ ഒരു കവറായിട്ട് വരുന്ന കാഴ്ചയാണ് ഇതിപ്പോൾ കാണുന്നത്. ഈ കവറ് ഹീറ്റ് കുറച്ചിട്ട് ഇതേപോലെ കവറായിട്ട് വരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് കവർ ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഈ കാണുന്നത്. ഇത് മിനിറ്റുകൾക്കുള്ളിൽ 1 മണിക്കൂറിലൊക്കെ 1000 കണക്കിന് മീറ്ററുകളാണ് വരുന്നത്. 60 GSM ഉള്ള, അതായത് 30 GSM മുകളിലുള്ള കവറുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. ഇത് 60 GSM ഉള്ള കട്ടി കൂടിയ പോളിത്തീൻ കവറുകളാണ്. ഉണ്ട് ഇതിങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം പോകുന്നുണ്ടല്ലോ. ഇത് ഇത്ര GSM ഉള്ള ഇതിനകത്ത് കാണാൻ പറ്റും. ഇത് GSM അളക്കുന്ന മെഷീനാണ്. അതിൻ്റെ മുകളിൽ റോൾ ചെയ്തതിന് ശേഷം ഇതുണ്ടല്ലേ, ഇവിടെ നിന്നിട്ട് പാക്ക് ചെയ്ത് കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ എടുക്കുന്ന ആളായിട്ട് ഈ മുതലേ. ഇനി ഈ കവറുകൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് തൂക്കി ഇതേപോലെ പാക്ക് ചെയ്തതിന് ശേഷം നേരെ ചൂടോടുക്കനെ ലോഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. 1000 കണക്കിന് റോളുകളാണ് ഓരോ ദിവസവും ഇവിടെ നിന്ന് കയറി പോകുന്നത്. നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും പുതിയൊരു ബിസിനസ് നോക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള പുതിയ ബിസിനസ് ഐഡിയകൾ കാണണമെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. നിങ്ങളുടെ ബിസിനസ്സും അല്ലെങ്കിൽ ആശയങ്ങളുമൊക്കെ ഗംഭീരമാവട്ടെ. ഐഡിയകൾ ഞങ്ങൾ തരാം.